സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ നിന്ന് കോടതി ഒഴിവാക്കി. കഴിഞ്ഞ കുറേ നാളുകളായി കോഴിക്കോട് ഫറൂഖ് കോമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. 2006 മുതൽ സൗദി ജയിലിൽ നവംബർ മുതൽ കിടക്കുകയാണ്. അനസ് അൽ ഫയാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുട്ടിക്ക് അല്പസ്വല്പം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട്. ഇദ്ദേഹമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഡെത്ത് മരണമായിട്ട് തന്നെയാണ് സൗദി കണക്കാക്കിയത്. അങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്തത്. എന്നാൽ ഇദ്ദേഹം അത് നിഷേധിച്ചു. അത് ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ സൗദി പൗരനായ ഒരു കുട്ടി മരിച്ചാൽ, അവിടെ കൊലപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വധശിക്ഷയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2006 നവംബറിലാണ് ഈ സംഭവം. അനസ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന് തൂക്കാൻ പതിച്ച് ആ വിധി കിടക്കുകയാണ്. പക്ഷെ ഇന്ന് രാവിലെ 9:00 കോടതി കൂടി. ഓൺലൈൻ സിറ്റിംഗ് ആയിരുന്നു. അബ്ദുൾ റഹീം അതിൽ അറ്റൻഡ് ചെയ്തു. ഇന്ത്യൻ എംബസിയിലെ പ്രതിനിധികളുണ്ടായി. അബ്ദുൾ റഹീമിൻ്റെ അഡ്വക്കറ്റ് ഉണ്ടായിരുന്നു. ഏതായാലും 19 വർഷം ജയിൽ ശിക്ഷയിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ അദ്ദേഹത്തിനെ ആ തൂക്കിക്കൊല്ലയിൽ നിന്ന് ഒഴിവാക്കി കോടതി. പബ്ലിക് റൈറ്റ് ആക്ടിൻ്റെ പരിധിയിൽ 20 വർഷം തടവ് ശിക്ഷ അനുവദിച്ചാൽ മതി. വധശിക്ഷ അങ്ങനെ ഒഴിവായി. 1.5 കോടി റിയാല് ദയാധനം, ഏകദേശം 34 കോടി രൂപ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുത്തു. എന്നിട്ട് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റും മറ്റു ഇന്ത്യൻ പ്രതിനിധികളൊക്കെ അവിടെ സമ്മർദ്ദം ചെലുത്തി, അല്ലെങ്കിൽ കോടതിയിൽ ആ വാദഗതികൾ ഉയർത്തി. പക്ഷേ 2006 മുതൽ അബ്ദുൾ റഹീം സൗദി ജയിലിൽ തന്നെ. റിയാദിലെ ഇസ്കാൻ ജയിലിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. ഇപ്പം 19 വർഷം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഡിസംബറിൽ 20 വർഷം തികയും. പുതിയ നിയമം പബ്ലിക് റൈറ്റ് ആക്ട് അനുസരിച്ച് 20 വർഷം തടവ് ശിക്ഷ മതി. ഇനി 1 വർഷം കൂടെ കഴിഞ്ഞ് അദ്ദേഹത്തിന് നാട്ടിൽ വരാം. എന്തായാലും എല്ലാവരും വളരെയധികം കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇത്. ആ അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ അവിടെ പോയി, അവരുടെ ബന്ധുക്കൾ അവിടെ പോയി. പലരും അവരുമായിട്ട് സംസാരിച്ച് അവർ കീഴടങ്ങാതിരുന്നു. പക്ഷേ അവസാനം 34 കോടി രൂപ കൊടുത്തു. എന്നിട്ടും ദയാധനം ഉണ്ടാകുമെന്ന്, ആ കൊടുത്തതുകൊണ്ട് വധം നിന്ന് ഒഴിവാകുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പല വർഷങ്ങളായി അത് നീണ്ടു പോവുകയാണ്. കോടതി അത് നീട്ടി കൊണ്ടുപോയി. ഇന്ന് രാവിലെയാണ് ആ നല്ല വാർത്ത വന്നത്. അദ്ദേഹത്തിനെ തൂക്കിക്കൊലയിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ 34 കോടി രൂപ വീട്ടുകാർ, ആ മരണപ്പെട്ട പയ്യൻ്റെ വീട്ടുകാർ സ്വീകരിച്ചു. അടുത്ത ഡിസംബറിൽ അദ്ദേഹത്തിന് ഡിസംബർ 20 ഇന്ത്യയിൽ മടങ്ങിയെത്താം. വളരെ അധികം ആൾക്കാർ വേദനിച്ച് ഇദ്ദേഹത്തിൻ്റെ റഹീമിൻ്റെ കേസിൽ വീട്ടുകാരും നാട്ടുകാരും കോഴിക്കോട്ടുകാരും എല്ലാം വളരെയധികം ശ്രമം അവിടെ നടത്തി. കാരണം അത് ഒരു ക്ലിയർ മർഡർ ആയിരുന്നില്ല എന്നാണ് തുടക്കം മുതലേ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ആ കുട്ടിക്കൊരു ഫോൾ ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായി, ആ കുട്ടി മരിച്ചതാണ്. ഇദ്ദേഹമാണ് ആ കുട്ടിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു ജോലിയെങ്കിലും ആ മരണത്തിൽ അവരൊരു ദയം കാണിച്ചില്ല. ഇയാളുടെ കയ്യിൽ നിന്നുണ്ടായ പാകപ്പിഴയാണ്, അതുകൊണ്ടാണ് ആ മരണം കുട്ടിക്ക് ഉണ്ടായത്. അതുകൊണ്ട് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഏതായാലും ബ്ലഡ് മണി നമ്മൾ കൊടുത്ത് രക്ഷപ്പെടാൻ വേറെ പല തൂക്കാൻ വിധിച്ചിട്ടുള്ള ആൾക്കാർ സൗദി ജയിലിലും മറ്റ് ഗൾഫ് കൺട്രിയിലും കിടപ്പുണ്ട്. പക്ഷേ അതിൽ ഒരാളായിരുന്നു അബ്ദുൾ റഹീം. അദ്ദേഹത്തിന് ഏതായാലും 1 വർഷം കഴിഞ്ഞാൽ വീട്ടിലെത്താം, തൻ്റെ ബന്ധുക്കളെല്ലാം കാണാം, ഉമ്മയും സഹോദരങ്ങളെല്ലാം കാണാൻ സാധിക്കും എന്നാണ് മനസ്സിലായത്.
വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇത്. അതിനകത്ത് പല ആൾക്കാരും ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവരുണ്ടാകും. പക്ഷെ ആ കേസിന്റെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റൽ ഡെത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ ഓരോ വശങ്ങളും നമ്മൾ നോക്കുമ്പം കാണുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും സൗദിയിലെ ഒരു പൗരൻ മരിച്ചാലും അതിൻ്റെ കാരണക്കാരനെ തൂക്കാൻ വിധിച്ച് കളയും. അദ്ദേഹം ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ കേസാണത്. ഇന്ത്യക്കാരനേതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും അവരവിടെ പോയി അവരുടെ ശ്രമവും ഇന്ത്യൻ എംബസിയുടെ സമയോചിതമായ പ്രവർത്തനവും അങ്ങനെയെല്ലാം കൂടി ആ പ്രതീക്ഷിച്ച ആ കോടതി വിധി നമുക്ക് ലഭിച്ചു. 20 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അടുത്ത ഒരു വർഷത്തിനകം, അതായത് അടുത്ത വർഷം ഡിസംബറിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങി വരാം.